ഈ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഈ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവരൊക്കെ എന്താണ് പാകിസ്ഥാനിൽ നിന്നും US എന്നുള്ളവരാണ്. വിത്തിൻ സെക്കൻഡ്സ് അവരുടെ കണക്കാണ് പുറത്തു വിട്ടു. 94% ആളുകളും ഇന്ത്യക്കാരാണെന്നുള്ള കൃത്യമായ ഡാറ്റ പുറത്തുവിടുകയാണ്. ഇപ്പോൾ അത് ശരിക്കും അതിലൊരു വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ സൂഫിയ മഅദനിയുടെ ഭാര്യയുടെ പേര് ഉച്ചരിച്ചുകൊണ്ട് പറയണത് ഈ CJPയിലുള്ള ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടി ഇവരുടെ റിലേറ്റീവ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട്? ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചൊരു വാർത്തയാണ് ഇന്ത്യയിലെ ഒരു പറ്റം യുവാക്കൾ തുടങ്ങി വെച്ച കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പുതിയൊരു പാർട്ടിയും അതിനെ തുടർന്ന് വന്ന വാർത്തകളും സംഭവങ്ങളും ഒക്കെ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വിവിധ പാർട്ടികൾ ഉണ്ടായിരിക്കെ ഒരു പൊടുന്നനെയാണ് ഒരു പ്രത്യേക വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു പാർട്ടി എന്ന നിലയിൽ തന്നെ ഒരു സംവിധാനം ഉയർന്നു വരുന്നത്. സുപ്രീം കോടതി ജഡ്ജിയുടെ പരാമർശത്തിൽ നിന്നും തുടങ്ങിയതാണെങ്കിലും ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് ഇന്ത്യയിലെ മുൻനിര പാർട്ടികളെപ്പോലും വെല്ലുന്ന രൂപത്തിലുള്ള ഫോളോവേഴ്സിനെ നിറച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിറഞ്ഞത്. ഈ ഒരു വിഷയമാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റിൻ്റെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഇത്തരമൊരു പാർട്ടി വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്? ഇന്ത്യൻ യുവത്വം എന്താണ് ചർച്ച ചെയ്യുന്നത്, എന്തിനെക്കുറിച്ചാണ് കൺസേൺഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ഒരു സുപ്രീം കോടതിയിലെ പരമോന്നത ജഡ്ജിയുടെ ഒരു കേവല പരാമർശമാണ് ഇതിന് കാരണമായി തീർന്നത് എന്ന് ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് ചിലപ്പോൾ തോന്നാം. പക്ഷേ പൊട്ടാൻ നിൽക്കുന്ന ഒരു മുറിവ് അത് പൊട്ടിത്തെറിച്ചു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ ഒരു പറഞ്ഞ കാര്യത്തിൻ്റെ ഒരാഴം കൂടെ അതിനകത്ത് വലിയ വിഷയമാണ്. അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ തൊഴിലില്ലാത്ത അല്ലെങ്കിൽ തൊഴിലോ സ്ഥാനമാനങ്ങളോ ലഭിക്കാത്ത ചില ഫേക്ക് ഡിഗ്രിയുള്ള ആളുകൾ അവർ പിന്നീട് മാധ്യമപ്രവർത്തകരായി സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളായി RTI ആക്ടിവിസ്റ്റുകളായിട്ടൊക്കെ പ്രത്യക്ഷപ്പെടുന്നതാണ്. അപ്പോൾ ആ RTI ഇതിനോട് പോലും എന്തോ ഒരു പുച്ഛം കലർന്ന രൂപത്തിലുള്ള ഒരു ആണ്. മാത്രമല്ല തുറന്ന് അദ്ദേഹം വെച്ചാൽ ഒരു തരം പരാന്നഭോജികളാണ് ഇവർ എന്നുകൂടെ പറഞ്ഞു വെച്ചു. അപ്പോൾ യുവാക്കളെ കുറിച്ച് നീതിപീഠത്തിൻ്റെ ഒരു അന്തസ്സിന് ചേർന്നതായിരുന്നില്ല അത്. ഒപ്പം യുവാക്കളുടെ ഒരു അഭിമാനത്തെ ശരിക്കും ചോദ്യം ചെയ്യുന്ന പരാമർശമായി പോയത്. പിന്നീട് അദ്ദേഹം അത് തിരുത്താനൊക്കെ എന്ത് ചെയ്തു, ശ്രമിച്ചു. അത് അടർത്തി മാറ്റിയ ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് കേൾക്കുന്ന നമ്മൾക്കൊക്കെ ഒരു എവിടെയൊരു വിഷമം എന്താണ് അതുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് യുവാക്കൾക്ക് വേണ്ടി യുവാക്കളാൽ നയിക്കപ്പെടുന്നൊരു പാർട്ടി ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഈ അഭിജിത്ത് ദിപ്കെ അദ്ദേഹം ഒരു ചെറിയൊരു ട്വീറ്റാണ് ആദ്യം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ കോക്രോച്ചുകൾക്ക് ഒന്നിച്ചാലോ, ഇതാണ് ഇത്. ആ ട്വീറ്റിന് വമ്പച്ച പ്രതികരണം ഉണ്ടാകുകയാണ്. അത് ആരാണ് ഈ കോക്രോച്ചുകൾ എന്ന രീതിയിൽ ലേബൽ ചെയ്യപ്പെട്ടത്, അവർ പെട്ടെന്ന് തന്നെ അവരുടെ ഐഡൻറ്റിറ്റിയെ തിരിച്ചറിഞ്ഞു. അവർ സ്വയം അതിനു വേണ്ടി തയ്യാറായി. നമ്മൾ സാധാരണ രീതിയിലൊരു ഡിറഗേറ്ററി ആയുള്ള പരാമർശമാണെന്ന് കരുതുന്ന കാര്യത്തെ അവർ വളരെ ഒരു സ്വതബോധത്തിൻ്റെ ഒരു ചിഹ്നമായി അവർ അത് ഏറ്റെടുക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. എന്തായാലും പെട്ടെന്ന് നമ്മൾ കാണുന്ന വെച്ചാൽ 23 മില്യൺ ഫോളോവേഴ്സ് എന്ത് ചെയ്യുന്നു, മറ്റേ അക്കൗണ്ടിൽ ഇത് ചെയ്യുന്നു. എന്തായാലും ഒരു സറ്റയറിക്കൽ പാർട്ടി എന്ന രൂപത്തിലാണ് ഈ CJP എന്നുള്ളൊരു ആശയത്തെ അദ്ദേഹം ശരിക്കും കൊണ്ടുവരുന്നുള്ളൂ. മാത്രമല്ല പിന്നീടും അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശങ്ങളൊന്നും അത്ര സീരിയസ് ആയ ഒന്നല്ല. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ ഒരു പൊളിറ്റിക്കലൈസേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ മാനിഫെസ്റ്റോ വരുമ്പോഴാണ്. ആ മാനിഫെസ്റ്റോയിൽ 5 കാര്യങ്ങളാണ് കൃത്യമായിട്ടും പറഞ്ഞത്. ആ 5ഉം നമ്മളെ സംബന്ധിച്ചോളം ഈ കാലഘട്ടത്തിൽ കൃത്യമായിട്ടും രാഷ്ട്രീയ ചുവയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായി കുറിക്കുകൊള്ളുന്ന ഇതാണ്. ഒന്നാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് റിട്ടയേർഡായ ചീഫ് ജസ്റ്റിസിന് മാർക്കൊന്നും റിട്ടയേർഡ് റിവാർഡുകൾ എന്താണ് ഇതിന് കൊടുക്കാൻ പാടില്ല. എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. രണ്ടാമത്തെ എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് 33% 50% തന്നെ സംവരണം, അതും സ്റ്റേറ്റുകൾ വർദ്ധിപ്പിക്കാതെ പിന്നെ പാർട്ടി കൊടുക്കും. പിന്നെ ഈ വെട്ടിമാറ്റപ്പെടുന്ന വോട്ടുകൾ അത് യഥാർത്ഥത്തിൽ അർഹിക്കുന്നവരുടെ വോട്ടുകളാണ്. അത്തരത്തിലുള്ള വെട്ടിമാറ്റൽ അല്ല അങ്ങനത്തെ എന്ത് ചെയ്യില്ല ഇനി
പിന്നെ ഉണ്ടാവുകയില്ല. പിന്നെ മീഡിയകളെ ഇൻഡിപെൻഡൻ്റ് ആക്കണം. നിലവിലുള്ള മീഡിയകൾ എന്ന് പറയുന്നത് അദാനിയുടെയും അദ്വാനിയുടെയൊക്കെ മറ്റേ നമ്മുടെ ഈ വൻ വ്യവസായികളുടെ കയ്യിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവ സത്യം ചെയ്യില്ല, പറയുകയില്ല. അതുകൊണ്ട് അത്തരം മീഡിയകളെ സ്വതന്ത്രമാക്കണം. പിന്നെ പാർട്ടി മാറ്റം സമ്മതിക്കൂല ഇനി. അപ്പോൾ അവിടെ അദ്ദേഹം പിന്നീട് പറയുന്നൊരു കാര്യം വെച്ചാൽ, ഇപ്പോൾ ഫ്രാൻസിൻ്റെ ഈ ഫ്രാൻസ് 24 എന്ന് പറയുന്ന മീഡിയ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ ദീപക് പറയുന്നൊരു കാര്യമുണ്ട്. വെച്ചാൽ ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രതിപക്ഷമാണ്. പക്ഷേ ഇവിടെ കഴിഞ്ഞ 10-12 വർഷമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം പ്രതിപക്ഷത്തുള്ളവരെ അടർത്തി മാറ്റി ഇങ്ങനെ അബ്സോർബ് ചെയ്ത് ഓരോ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലൊക്കെ പ്രതിപക്ഷത്തെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ അല്ല ഇല്ലാതെയാക്കുന്നത്, മറിച്ച് ജനാധിപത്യത്തെയാണ് ഇല്ലാതെയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവണതയ്ക്ക് നമ്മൾ കൃത്യമായിട്ടും തിരുത്തപ്പെടേണ്ട ഒന്നാണ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ 1 മില്യൺ രജിസ്റ്റേർഡ് മെമ്പേഴ്സ് ആയിട്ടുണ്ട്. മഹുവ മേത്രയെ പോലെ, മറ്റേ നമ്മുടെ ഇപ്പം ശശി തരൂർ, കീർത്തി ആസാദ്, അങ്ങനെ വലിയ പലരൊക്കെ എന്താണ് അതിനകത്ത് ഈ വെർച്വൽ മെമ്പർഷിപ്പിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ഇവിടെ സംഭവിച്ചെന്താണ്, നമ്മുടെ സിസ്റ്റത്തിനൊരു പക്ഷേ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയ, സിസ്റ്റത്തെ അതേപടി ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വലിയ വിഭാഗം ഇന്ത്യയിലുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഇത് നമ്മളെ കൊണ്ടുപോകുന്നത്. മറ്റൊരു പറഞ്ഞാൽ അസ്വസ്ഥമായ ഒരു യുവത ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ഇന്ത്യയാണ് ഏറ്റവും വലിയ പോപ്പുലേറ്റഡ് കൺട്രി എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ ലാർജസ്റ്റ് യൂത്ത് പോപ്പുലേഷനും ഇവിടെയാണുള്ളത്. ആ ഒരു ഈ 14.2 ബില്യൺ പോപ്പുലേഷനിലെ 65% ആളുകൾ 35 വയസ്സിന് താഴെ ഉള്ളവരാണ്. ഇതിനകത്ത് തന്നെ 60-70% വരുന്ന ഗ്രാജുവേറ്റ്സിന് ജോലി ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഓരോ വർഷവും ഈ ആരെയാണ് നേരത്തെ പരാമർശിച്ചത്, ഈ അൺഎംപ്ലോയിഡിനെയാണ്. ആ അൺഎംപ്ലോയിഡ് യൂത്ത് എന്നുള്ളത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു വൈഡനിങ് ആയ ഒരു സെക്ടറാണിത്. ഇതിനെയാണ് ശരിക്ക് വളരെ അവരുടെ അഭിമാനത്തെയാണ് ശരിക്ക് ക്ഷതപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താ വെച്ചാൽ, ഈ കോക്രോച്ചുകൾ എവിടെ വളരുക? കോക്രോച്ചുകൾ വളരുന്നത് നിങ്ങളുടെ ഭക്ഷണ സാധനമൊക്കെ അഴുകി വൃത്തികേടായി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാലിന്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടുത്തെ സിസ്റ്റം അത്രമാത്രം അഴുകിയിരിക്കുന്നു, അത്രമാത്രം ഇത് കറപ്റ്റഡായിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായും ഉണ്ടാകാൻ പോകുന്നത് കോക്രോച്ചുകളാണ്. പക്ഷേ കോക്രോച്ചുകൾ ഗുണമുണ്ട്, അതിന് ആണവ വികിരണം വന്നാൽ പോലും അവറ്റ മരിക്കൂല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സർവൈവ് ചെയ്യും, ഭയങ്കര റെസീലിയൻസ് ഉള്ള ഒന്നായിരിക്കും. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒരു തമാശന്ന് മറ്റേ രീതിയിലാണ് അതിനെ കണ്ടതെങ്കിലും ആ ഇമ്മീഡിയറ്റ് റെസ്പോൺസിനകത്ത് ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ ഇനത്ത് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് 2022 അദ്ദേഹം AIP-യിൽ ആം ആദ്മി പാർട്ടിയിൽ അദ്ദേഹം മറ്റേ അതിനോട് അനുഭാവം പുലർത്തിയുന്ന ആളാണ്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ പ്രത്യേകം നമുക്കറിയാം, അത് അധികാരത്തിൽ വരാനുണ്ടായ കാരണം തന്നെയാണ് അവർ കൊടുത്ത വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ അന്ന് വിദ്യാഭ്യാസ രംഗത്ത്, ഹെൽത്തിൻ്റെ രംഗത്തൊക്കെ ആ സർക്കാർ കൊണ്ടുവന്നിരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർ നയങ്ങൾ, ആ നയങ്ങളിലെ കൃത്യമായ രാഷ്ട്രീയമാണ് എന്നെ അവരുമായിട്ട് അടുപ്പിച്ചതെന്ന് അത് വ്യക്തവുമാണ് നമുക്ക്. അതായത് ഡൽഹിയിൽ അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ടുവന്നത് ആം ആദ്മി പാർട്ടി തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. എന്തായാലും ഈ അടുത്തൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത്, ഇത്രയധികം കോക്രോച്ചുകൾ എന്തുകൊണ്ടാണെന്നാണ്. ഈ രാജ്യത്ത് ഇങ്ങനെ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ശ്രമകരമായിട്ട് മാറ്റി തീർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് അത്തരം രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്ന, നമ്മൾ പലപ്പോഴും അരാഷ്ട്രീയക്കാരാണ് എന്ന് പറയുന്ന ഒരു യൂത്തിൽ നിന്ന് ആണ് ഈ കോക്രോച്ചുകൾ ഉയർന്നു വരുന്നത്. എന്തായാലും അതിനകത്ത് ഒരു എക്സ്റ്റൻഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ, ഇനി നടക്കാൻ പോകുന്നത് ഈ ക്രോക്കോഡൈലുകളും കോക്രോച്ചുകളും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലാണെന്നാണ്.
അപ്പോൾ ഇവിടെയുള്ള ഈ സിസ്റ്റത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ക്രോക്കോഡൈൽ, അതെന്ന് വെച്ചാൽ ക്രോക്കോഡൈലുകൾക്ക് യാതൊരു ദയാദാക്ഷിണവുമില്ല, അവരെ വെട്ടി വിഴുങ്ങുക എന്നുള്ളതാണ്. എന്താണോ ഇന്ന് വിട്ടു വീഴുക. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പം നീറ്റ് എക്സാം നടന്നു, അത് ക്യാൻസൽ ചെയ്യപ്പെടുന്നിടത്തേക്ക് എത്തുന്നു. പക്ഷേ അതിൻ്റെ പിറകിലുള്ള അത് വെറും ഒരു കേവലം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയോ കുറച്ച് ആളുകളുടെയോ ഒന്നും ഹാൻഡ് വർക്ക് അല്ലല്ലോ, മറിച്ച് കൃത്യമായിട്ട് അതിൻ്റെ പിറകിലുള്ള കുറേ കൂടെ വലിയ ആളുകളുണ്ട്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പേരിൽ രാജിവെക്കേണ്ടിയിരുന്ന ആളുകളുണ്ട്. അവരാരും എന്ത് ചെയ്യില്ല, രാജിവെക്കുന്നില്ല, അവരിപ്പോഴും സേഫാണ്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ കറപ്ഷന് ആരാണോ കൊണ്ടു നടക്കുന്നത് അവർ അവിടെ തന്നെ ഇരിക്കുകയാണ്. കേവലം ചില ബലിയാടുകളെ സൃഷ്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോൾ കോക്രോച്ചുകളെ സംബന്ധിച്ചോളം ഈ ക്രോക്കോഡൈലുകളോട് ഏറ്റുമുട്ടേണ്ടി വരുന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതൊരു ഓർഗാനിക്കായ ഒരു മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ പാർട്ടിയാണെന്ന് നമുക്ക് പറയാൻ എന്ത് ചെയ്യില്ല, പറ്റില്ല. പക്ഷേ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഈ വേടൻ്റെ പാട്ടുകൾ, ആ പാട്ടുകളിലോട് ഇപ്പോൾ ഒരു മലയാളി സമൂഹത്തിനുണ്ടായ ഒരു ആകർഷണം എന്താണ്, അതിൻ്റെ പാട്ട് മാത്രമല്ല, അതിൻ്റെ ഒരു കണ്ടൻ്റ് ഉണ്ട്. ആ കണ്ടൻ്റ് കൃത്യമായിട്ടും ചില രാഷ്ട്രീയം ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു അവരാഗ്രഹിച്ച, കേൾക്കാൻ ആഗ്രഹിച്ച, ഉന്നയിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരു രാഷ്ട്രീയത്തെ അത് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണോ ഇവിടുത്തെ ഒരു യൂത്ത് പ്രതീക്ഷിക്കുന്നത് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വിജയിൻ്റെ പാർട്ടി തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നതിനെക്കുറിച്ച് ഉള്ള അനാലിസിസുകൾ പറയുന്നത് എന്ത് തന്നെയാണ്, അവിടുത്തെ ഏറ്റവും വലിയ ഒരു ചേഞ്ച് ഫാക്ടറായി കഴിഞ്ഞത് അദ്ദേഹം ഒരു യൂത്ത് ഐക്കണായി മാറി എന്നുള്ളതാണ്. യൂത്ത് അദ്ദേഹത്തിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ചു എന്നുള്ളതാണ്. സ്ത്രീകൾ അതുപോലെ തന്നെ. അതിന് പ്രത്യേകിച്ചും കാരണമുണ്ട്. കാരണം അദ്ദേഹം ഈ എഡ്യൂക്കേഷണൽ ലോണുകൾ അത് കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു. അപ്പോൾ ആ ഒരു ഇപ്പോൾ നേപ്പാളിൽ നമുക്കറിയാം, ബംഗ്ലാദേശിൽ നടന്നു, അർജൻറ്റീനയിൽ സമാനമായ രൂപത്തിൽ യൂത്ത് കലഹത്തിലേക്കും മറ്റേ സ്ട്രീറ്റുകളിലേക്ക് വന്നു. അപ്പോൾ ഈ യൂത്ത് ഉള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ്റെ ഈ ഡെമോഗ്രഫിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ബൾക്കുള്ള രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും ഇവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടാക്കാൻ പറ്റുമെന്നത് ഒരു വ്യക്തമായ സൂചനയാണ്. എന്തായാലും ഈ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെത് എങ്ങനത്തെ രാഷ്ട്രീയം ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഞാൻ നെഹ്റുവിലും ഗാന്ധിയിലും അംബേദ്കറിലും വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു റൈറ്റായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ തോട്ട് അദ്ദേഹത്തിനകത്തുണ്ട്. അത് എത്രമാത്രം നമുക്ക് ഇവോൾവ് ചെയ്ത് വരും നമുക്ക് എന്തെങ്കിലറിയില്ല. എന്തായാലും ഞാൻ കാണുന്ന ചില പ്രധാന പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ ഇത് ഒരു വെൻ്റാണ് നടന്നത്. നമ്മൾ മുറിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സൂചി കൊണ്ട് കുത്തിയാൽ ചില എന്ത് ചെയ്യും, ഒന്നിച്ച് പുറത്തേക്ക് പോകുമല്ലോ. അതുപോലൊരു വെൻ്റാണ് സംഭവിച്ചത്. അപ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ ആ നിലയ്ക്ക് ഒരാശ്വാസം യൂത്ത് ഇതിൽ നിന്ന് അനുഭവിച്ചാൽ ഇത് ഡിഫ്യൂസ് ചെയ്തു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് എളുപ്പവുമാണ്. ഇപ്പോൾ ഈ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന മറ്റേ മീഡിയയും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളും സംവിധാനങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെ ഡിഫ്യൂസ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡറി സ്റ്റേജ് എങ്ങനെയായിരിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ പോകുന്നത്. രണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പല രീതിയിലുള്ള കോൺസ്പിരസികൾ. അപ്പോൾ നമുക്കറിയാം, ഈ കർഷക സമരം വന്നു. കൃത്യമായ ചില കാരണങ്ങളുടെ പേരിലാണ് കർഷക സമരം ഉണ്ടാവുന്നത്. SIRനെതിരെ നമ്മളെ പൗരത്വ നിയമത്തിനെതിരെ ഉണ്ട്. അതൊക്കെ വളരെ കൃത്യമായ കാരണങ്ങളുടെ പേരിലുണ്ടായതായിരുന്നു. പക്ഷേ അവയൊക്കെ എന്താ വെച്ചാൽ പിന്നെ ലേബൽ ചെയ്യുന്നത് വളരെ രാജ്യദ്രോഹികളായിട്ട്, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരായിട്ട്, മറ്റുള്ള CIൻ്റെ പണം സ്വീകരിച്ചവരായിട്ട്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചും ഇപ്പോൾ ഉള്ള ആരോപണം എന്താണ്, ഇദ്ദേഹത്തിൻ്റെ പിറകിൽ ഏതോ വിദേശ ശക്തികളുണ്ട് എന്നുള്ളതൊക്കെ. എന്തായാലും മീഡിയ ഇനി എങ്ങനെ ഇതിന് ട്വിസ്റ്റ് ചെയ്യുമെന്നുള്ളത് പ്രധാനമാണ്. ഇപ്പം തന്നെ എന്താ വെച്ചാൽ അന്വേഷണം നടക്കുന്നു, അന്വേഷണത്തിൽ പല കണ്ടെത്തലുകൾ ഉണ്ടാകുന്നു. ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വന്ന മീഡിയ മറ്റേ വാർത്തകളെയൊക്കെ അമുക്കാൻ ശ്രമിച്ചേക്കാം എന്നുള്ളതാണ് സംഭവിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇതൊരു ജെന്യൂൻ ആങ്കറാണ്, അതൊരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടായി വന്നതല്ല. കാരണം അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. വളരെ കൃത്യമായും ഉള്ളിൽ നിന്ന് ഉള്ള അല്ലെങ്കിൽ ഇതുവരെ ഇഗ്നോർ ചെയ്യപ്പെട്ട
ഇത് തള്ളിക്കളയപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സിസ്റ്റം, തള്ളിക്കളഞ്ഞൊരു വിഭാഗത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഫ്രസ്ട്രേഷനും ആങ്കറും എല്ലാം കൂടെ പൊട്ടി തെറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ജോക്കായിട്ട് വന്നാണ്, അപ്പോൾ അതിൻ്റെ ഇമിറ്റേഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലും കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും കൂട്ടത്തിലുണ്ടാകും. എന്തായാലും ഇതിനെ വഴിതെറ്റിക്കാനും പറ്റും കേട്ടോ, അതും നമ്മൾ ചെറുതായി കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഇവിടെ കോൺഗ്രസ് അടക്കമുള്ള ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു പരാജയം ഉണ്ട് ഇവിടെ. ആരെ ആയിരുന്നോ ശ്രദ്ധിക്കേണ്ടത്, എന്തായിരുന്നോ ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യത്തിൽ അവർക്ക് തെറ്റുപറ്റി എന്നുള്ളതാണ്. ഒരു സാധ്യതയും അതുതന്നെയാണ്. ആരെ എന്തിനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതിൽ കൃത്യമായൊരു സൂചനയുണ്ട്. അത് തിരിച്ചറിയലാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി. വെച്ചാൽ ഇവരിപ്പോൾ വർഗീയത എന്ന് പറഞ്ഞിട്ടല്ലോ, അല്ലെങ്കിൽ അതൊക്കെ മറ്റേ കൊടുത്താൽ ഭക്ഷിക്കുന്ന ഒരു യൂത്ത് അല്ല എന്നാണ് അവർ തെളിയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ വെച്ചാൽ അവരുടെ അഭിമാനത്തിൽ തൊടുന്ന, അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ഒരു രാഷ്ട്രീയ മൂവ്മെൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ, ഈ രാജ്യത്ത് കറപ്ഷൻ നിലനിൽക്കുന്നു അല്ലെങ്കിൽ കറപ്ഷൻ വ്യാപകമായിരിക്കുന്നുവെന്ന് ഇവിടുത്തെ വായിക്കുന്ന, മീഡിയ വാച്ച് ചെയ്യുന്ന യുവാക്കൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് എത്രമാത്രം ഉന്നയിക്കാൻ കഴിയും. ഈ രാജ്യം വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ തോളിൽ മുഖം വീണ്ടും വീണ്ടും ശക്തമായി കയറ്റി വെച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇവിടുത്തെ സാമ്പത്തിക തളർച്ചയ്ക്കൊക്കെ കാരണമെന്ന് പറയുന്നത് കോർപ്പറേറ്റുകളുടെ തഴുകി തലോടുന്നൊരു ഭരണകൂടമാണ് എന്നുള്ള ഇത്തരം ഈ ആശയങ്ങളെ അതിശക്തമായിട്ട് ഉന്നയിക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാധ്യത കൂടിയാണ് കാണുന്നത്. പിന്നെ ഇവർ അത്ര പെട്ടെന്ന് അടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഒരു ട്രോജൻ ഹോഴ്സാണെന്നൊക്കെ എന്ത് ചെയ്തു കിരൺ റിജ്ജു പറഞ്ഞു. എന്നുവെച്ചാൽ പിറകിൽ വേറെ ആരോ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ചാൽ ഇതിനകത്ത് മെജോറിറ്റി ഓഫ് ഈ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഈ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവരൊക്കെ എന്താണ് പാകിസ്ഥാനിൽ നിന്നും US എന്നുള്ളവരാണ്. വിത്തിൻ സെക്കൻഡ്സ് അവരുടെ കണക്കാണ് പുറത്തു വിട്ടു. 94% ആളുകളും ഇന്ത്യക്കാരാണെന്നുള്ള കൃത്യമായ ഡാറ്റ പുറത്തുവിടുകയാണ്. അപ്പോൾ ഈ സാധാരണ പാർട്ടികളോട് കളിക്കുന്ന ആ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ കളിയുണ്ടല്ലോ, ആ കളിയൊന്നും വെച്ചുകൊണ്ടൊരു പക്ഷേ ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. അതിനകത്ത് ഏറ്റവും വലിയ സന്ദേശം ഈ രണ്ടെണ്ണം തന്നെയാണ്. ഒന്നാമതെന്താ വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായ തിരിച്ചറിവുണ്ടാകേണ്ടതുണ്ട്. ശരിയായൊരു രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു സൂചകം അതിനകത്ത് ഉണ്ട്. രണ്ട്, ഈ യൂത്ത് ആ രീതിയിൽ ഇന്ത്യയോട് കൂറുള്ള, ഇന്ത്യ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യയെ ശരിയായ ദിശയിൽ നയിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യൂത്ത് ഉയർന്നു വരുന്നുണ്ട്. അവരതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ തിരിച്ചറിഞ്ഞ് അവരെ ഈ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ദൗത്യം. നമ്മുടെ രാജ്യം പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ ഒരു വൻ ശക്തിയാകും, സാമ്പത്തിക ശക്തിയാകും എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഒരു റെഫറൻസ് ആയിട്ട് പറയപ്പെടാറ് സാധാരണ നമ്മുടെ നാട്ടിലുള്ള യുവാക്കളുടെ എണ്ണമാണ്. എന്നാൽ ഈ ഇന്ത്യൻ യുവത നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരം കാര്യങ്ങളോട് നമ്മുടെ സർക്കാർ സ്വീകരിക്കുന്ന ഒരു നിലപാടും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടു. അവരുടെ അക്കൗണ്ട് പൂട്ടുന്നു, ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങുന്നു, നേരത്തേതിനെക്കാട്ടും കൂടുതൽ ആളുകൾ അതിലേക്ക് വരുന്നു, പിന്നെ അത് ഹാക്ക് ചെയ്യപ്പെടുന്നു, പിന്നീട് അത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നീക്കങ്ങളെന്ന് വിശദീകരിക്കപ്പെടുന്നു. നമ്മുടെ സർക്കാരിൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് കാണുന്നത് ഇത്തരം കാര്യങ്ങളോട്? ഈ കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ CJP എന്ന രീതിയിലുള്ള യുവാക്കൾ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ ഒരു പ്രതീതിയാണ് ശരിക്കും ഉള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഈ ഭരണകൂടത്തിൻ്റെ കെടുകാര്യസ്ഥത, അതേപോലെ തന്നെ യുവാക്കളെ അവഗണിച്ചുകൊണ്ടുള്ള സമീപനം, കാര്യങ്ങളൊക്കെ ശക്തമായിട്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനെ ശരിക്കും സർക്കാർ സമീപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ സമീപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പറഞ്ഞാൽ ലോകത്തുള്ള ഇതേപോലുള്ള ചില പാർട്ടികളെ കമ്പയർ ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ ഒരു ആക്ഷേപഹാസ്യ പാർട്ടിയാണിത് എന്നുള്ളത്. ഇപ്പോൾ ഐസ്ലാൻഡിൽ ദി ബെസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുണ്ട്. അപ്പോൾ അവർ ഇതേപോലെ തന്നെ ഒരു ഹാസ്യ നടനാണ് അതിൻ്റെ പിന്നിൽ ആ പാർട്ടി ഉണ്ടാക്കുന്നതിൽ. എന്നിട്ട് അതിൽ പറയുന്നൊരു സംഗതി എന്ന് വെച്ചാൽ, ഇപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അത് അന്വേഷിക്കുന്ന സമയത്ത് ഈ നീന്തൽ കുളത്തിൽ തൂവാല ഫ്രീ ആയിട്ട് നൽകുക, അതേപോലെ തന്നെ സോളാർ കരടികളെ
പിന്നെ മൃഗശാലയിലേക്ക് നിക്ഷേപിക്കുക. ഇങ്ങനത്തെ സംഗതികളാണ് ആക്ഷേപമായിട്ടാണ്, അതൊരു ഹാസ്യമായിട്ടാണ് അവർ അത് പ്രകടിപ്പിക്കുന്നതെങ്കിലും പിന്നീട് പിന്നെ ഈ ഐലൻഡിൽ തന്നെ അതിൻ്റെ തലസ്ഥാന നഗരിയൊക്കെ ഇവരെ കയ്യിലേക്ക് വന്നിട്ടുള്ള ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടികളോട്, അതേപോലെ തന്നെ പിന്നെ വേറൊരു സ്ഥലത്ത് ഇപ്പോൾ മനസ്സിലായി കാനഡയിൽ ഇതേപോലെ തന്നെ ഒരു കാണ്ടാമൃഗം, അതിൻ്റെ പേരിലൊരു റൈനോസറസ് എന്ന പേരിലൊരു പാർട്ടിയുണ്ട്. അപ്പോൾ ആ പാർട്ടിൻ്റെ ആവശ്യങ്ങൾ കേട്ടാൽ വലിയ തമാശയായിട്ട് തോന്നും. അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അത് നിയമം മൂലം നിരോധിക്കും. ഇതാണ് അവർ പറയുന്ന ഒരു ഡിമാൻഡ്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ഹാസ്യാത്മകമായിട്ടുള്ള പാർട്ടികൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ശരിക്കും ഇതിനെ പിന്നെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം ശരിക്കും മാധ്യമങ്ങളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എത്ര വല്ല അടിച്ചമർത്തലുണ്ടെങ്കിലും ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ 1988 21 വയസ്സാണ് നമുക്ക് വോട്ടവകാശം ഉണ്ടായിട്ടുള്ളത്. അത് ശരിക്കും യുവാക്കളും വിദ്യാർത്ഥികളും ഇറങ്ങി ശക്തമായ പ്രക്ഷോഭത്തിലൂടെയാണ് 21 എന്നുള്ളത് 18 മാറ്റിയത്. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ള ഇപ്പോൾ ഹിന്ദി അത് ദേശീയ ഭാഷയാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു 1960-കളിലാണ്. അതിനെതിരെ തമിഴ്നാട് ശക്തമായിട്ട് ഇറങ്ങിയപ്പോൾ പിന്നീട് അവസാനം ഇംഗ്ലീഷിനെ തന്നെ കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് ചെയ്യേണ്ടി വന്നു. ഇതേപോലെ തന്നെ ലോകത്ത് ഇപ്പോൾ ചിലിയിലാണെങ്കിൽ ചിലിയിൽ ഇതുപോലെ വിദ്യാഭ്യാസം ഫ്രീ ആക്കണം എന്ന ഒരു നിർദ്ദേശമായിട്ട് പിന്നെ വിദ്യാർത്ഥികളും യുവാക്കളും രംഗത്തിറങ്ങി ശക്തമായ പ്രക്ഷോഭത്തിനിടയിൽ അവർ കീഴടങ്ങി. മാത്രമല്ല പിന്നീട് അവരുടെ സാമ്പത്തികമായ വിഹിതം ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നൊരവസ്ഥ ഉണ്ടായി. എന്തായിരുന്നാലും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ രംഗത്ത് വന്ന് ശക്തമായൊരു പ്രക്ഷോഭവും അതുപോലെ സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ അതിനെ അടിച്ചമർത്തുന്നൊരു ശൈലിയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേസിലൂടെയും അതേപോലെ തന്നെ അവരെ മറ്റുള്ള കൊല്ലാനുള്ള ശ്രമങ്ങൾ വരെ ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ മലയാളത്തിലെ ചില മാധ്യമങ്ങൾ തന്നെ ഇതിനെതിരെ പറയുന്നത് വളരെ രസകരമായിട്ടുള്ള സംഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ശരിക്കും അതിലൊരു വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ സൂഫിയ മഅദനിയുടെ ഭാര്യയുടെ പേര് ഉച്ചരിച്ചുകൊണ്ട് പറയണത് ഈ CJPയിലുള്ള ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടി ഇവരുടെ റിലേറ്റീവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട്? ഇതൊക്കെ ജനം TV പോലെയുള്ള ഇവരുടെ മാധ്യമങ്ങളിലൂടെ പിന്നെ പടച്ചു വിടുന്ന കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് പിന്നെ ഇങ്ങനെയുള്ള ചെറിയ വർഗീയമായ എന്തെങ്കിലും വശം ഇതിലുണ്ടോ എന്നത് ശരിക്കും നന്നായി ചികഞ്ഞ് അന്വേഷിക്കുന്നുണ്ട്. BJPയുടെ രാഷ്ട്രീയപരമായ നിലനിൽപ്പ് ഏതിലാണോ അത് ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കാനും എന്നിട്ട് അവർ ഇതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്ന് പറയാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഇവർക്കെതിരെ ഇപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ ഇതിന് ശരിക്കും നന്നായി ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു വലിയൊരു വിപ്ലവമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം ശരിക്കും മമതാ ബാനർജി ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. 100% അവർക്കുള്ള സപ്പോർട്ട് നൽകി മമതാ ബാനർജിയുടെ പാർട്ടിയും മമതാ ബാനർജിയും. അതിൽ മഹുവ മൈത്രൊക്കെ ആദ്യം തന്നെ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതേപോലെയുള്ള കുറച്ചൊക്കെ ഒരു പിന്നെ ഓർഗനൈസ് ചെയ്യാനുള്ള തലകൾ ഇതിൻ്റെ പിന്നിൽ വന്നാൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു വിപ്ലവമായിട്ട് മാറുമെന്ന് തന്നെയാണ് നിരീക്ഷണം. നമുക്കറിയാം യുവാക്കളുടെ ശബ്ദത്തെ ഒരിക്കലും ആത്യന്തികമായിട്ട് സൈലൻ്റ് ആക്കാൻ ഒരു ഗവൺമെൻറ്റിനും കഴിയില്ല. അത് വീണ്ടും വന്നുകൊണ്ടിരിക്കും.